നമസ്കാരം. നടൻ ദിലീപ് എട്ടാം പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. വാദങ്ങൾ പൂർത്തിയായ ശേഷം കേസ് വിധി പറയാനായി മാറ്റും. വിചാരണ പൂർത്തിയായി അധികം താമസിക്കാതെ തന്നെ വിധി പറയുമെന്നാണ് കരുതപ്പെടുന്നത്. വിധി എന്ത് തന്നെയായാലും തിരിച്ചടി നേരിടുന്നവർ മേൽക്കോടതികളെ സമീപിക്കുമെന്നതിൽ സംശയമില്ലാത്തതിനാൽ കേസ് പിന്നെയും നീളും. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകി നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഗൂഢാലോചനയിലെ ദിലീപിനെ പങ്കാളിത്തം തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുമ്പോൾ അത്തരം യാതൊരു കണ്ടെത്തലും ഇല്ലെന്ന് പ്രതിഭാഗം വാദിക്കുന്നു. ദിലീപിനെ കേസിൽ ഉൾപ്പെടുത്തിയത് മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്നുണ്ട്. 2018 മാർച്ച് 8 ആരംഭിച്ച കേസിന്റെ വിചാരണ നടപടികളാണ് 6 വർഷങ്ങൾക്കിപ്പുറം അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ആദ്യം പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ് തുടങ്ങുക. അന്തിമവാദത്തിനായി പ്രോസിക്യൂഷൻ 2 ആഴ്ച സമയം ആവശ്യപ്പെട്ടേക്കും. ശേഷം ദിലീപ് അടങ്ങുന്ന പ്രതികളുടെ അഭിഭാഷകർ തങ്ങളുടെ ഭാഗം വാദിക്കും. ഇതിനായി 2-3 ആഴ്ച സമയമെടുത്തേക്കും. ക്രിസ്മസ് അവധി കൂടി വരുന്നതിനാൽ അന്തിമവാദം ജനുവരി പകുതി വരെ നീണ്ടേക്കാം. അതിനുശേഷം ജനുവരി അവസാനത്തോടുകൂടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് കേസിൽ വിധി പറയും. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കണ്ടെത്താൻ കഴിയുമെന്നാണ് സൂചന. 2017 ഫെബ്രുവരി 2-നായിരുന്നു രാജ്യം തന്നെ ശ്രദ്ധിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത്. നടിയുടെ വാഹനത്തിൽ നിന്ന് ഇവർ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നുമാണ് കേസ്. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. 2-ാം ഘട്ടത്തിലാണ് ദിലീപിനെ ഗൂഢാലോചന കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏകദേശം 80-ലേറെ ദിവസം ദിലീപിന് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ തടവുകാരനായി കഴിയേണ്ടി വന്നു. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 261 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 1600 രേഖകൾ കേസിൽ കൈമാറി. അതിജീവിതയെ 7 ദിവസമാണ് വിസ്തരിച്ചത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസവും സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ 35 ദിവസവും വിസ്തരിച്ചു. സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ SP-യെ 21 ദിവസം, സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ AS-നെ 13 ദിവസം എന്നിങ്ങനെ വിസ്തരിച്ചു. ഇതിനിടെ ശബരിമല ദർശന വിവാദത്തിൽ ദിലീപിന് സഹായം നൽകിയില്ലെന്ന് പോലീസ് പറഞ്ഞു. ദേവസ്വം ഗാർഡുകളാണ് ദിലീപിന് മുൻനിരയിൽ അവസരമൊരുക്കിയതെന്ന് ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ദിലീപിന്റെ VIP സന്ദർശനത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ദിലീപ് സോപാനത്തിൽ തുടർന്നത് ഭക്തർക്ക് തടസ്സമുണ്ടാക്കി. ശ്രീകോവിലിന് മുന്നിൽ നിന്നാൽ മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കരുതെന്ന് ദേവസ്വം ബോർഡിന് താക്കീതും നൽകിയിരുന്നു. എത്ര സമയം ദിലീപ് സോപാനത്തിൽ തുടർന്നെന്ന് കോടതി ചോദിച്ചിരുന്നു. ദിലീപ് അവിടെ നിന്നതുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇത്തരം സംഭവങ്ങൾ നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ഹരിവരാസനം സമയത്ത് പരമാവധി ഭക്തർക്ക് ദർശനം നൽകാനാണ് ശ്രമിക്കേണ്ടത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ദിലീപ് ശബരിമല ദർശനം നടത്തിയത്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ദിലീപിനെ അനുഗമിക്കുകയും ശ്രീകോവിലിന് മുന്നിലെത്തിച്ച് ദർശനം നടത്തിപ്പോകാനുള്ള അവസരം ഒരുക്കിയെന്നുള്ള ആക്ഷേപമാണ് ഉയർന്നത്.